السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. إن محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ലോകനിയന്താവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണേ എന്നാമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സൂറത്തുൻ നജ്മിലെ 42 മുതൽ 47 വരെയുള്ള വചനങ്ങളാണ് 47 വരെയുള്ള സൂക്തങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وأن إلى ربك المنتهى وأنه هو أضحك وأبكى وأنه هو أمات وأحيا وأنه خلق الزوجين الذكر والأنثى من نطفة إذا تمنى وأن عليه النشأة الأخرى وأنه هو أغنى وأقنى وأنه هو رب الشعرى وأنه أهلك عادا الأولى وثمود فما أبقى. وأن إلى ربك المنتهى. തീർച്ചയായും നിന്റെ റബ്ബിങ്കലേക്ക് തന്നെയാണ് നിന്റെ പര്യവസാനം. വഅന്നഹു ഹുവ അദ്ഹക വഅബ്ക. തീർച്ചയായും അവനാണ് നിന്നെ ചിരിപ്പിക്കുന്നതും നിന്നെ കരയിപ്പിക്കുന്നതും. വഅന്നഹു ഹുവ അമാത വഅഹ്യ. തീർച്ചയായും അവൻ തന്നെയാണ് നിന്നെ മരിപ്പിക്കുന്നതും നിന്നെ ജീവിപ്പിക്കുന്നതും. വഅന്നഹു ഖലഖ الزوجين الذكر والأنثى. അവൻ തന്നെ
ആണും പെണ്ണുമാകുന്ന ഇണകളാക്കി നിങ്ങളെ സൃഷ്ടിച്ചതും മിൻ നുത്ഫത്തിൻ ഇദാ തുംന, ഗർഭാശയത്തിലേക്ക് സ്രവിക്കപ്പെടുമ്പോൾ അതൊരു ഇന്ദ്രിയത്തുള്ളിയാണ്. ആ നിസാരമായ ജലമാണ് തുമ്മ ജഅല നസ്ലഹു മിൻ മാഇൻ മഹീൻ, അതിനിസാരമായി നിങ്ങൾ കാണുന്ന ജലാംശം അതാണ് പിന്നീട് നിങ്ങളായി രൂപാന്തരപ്പെട്ടത്, ആണായും പെണ്ണായും വന്നത്. അതുകൊണ്ട് അന്ന അലൈഹി നശ്അത്തൽ ഉഖ്റ, അവന്റെ മേൽ ഉത്തരവാദിത്തം, അവൻ ഏറ്റെടുത്ത കാര്യമാണ് നിങ്ങളെ മറ്റൊരിക്കൽ കൂടി ഉയർത്തെഴുന്നേൽപ്പിക്കുക, ഉൽപ്പത്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഇത്രയും സൂക്തങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. ബാക്കിയുള്ള വചനങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് വിവരിക്കുവാനുള്ളത്. അന്നഹു ഹുവ അഗ്ന വ അഖ്ന, അവൻ തന്നെയാണ് നിങ്ങളെ ഗനിയാക്കിയത്, അവൻ തന്നെയാണ് നിങ്ങളെ ദരിദ്രനാക്കി. അതേപോലെ അന്നഹു ഹുവ റബ്ബു ശിഅറ, അവൻ തന്നെയാണ് ശിഅറ എന്ന ചോതി നക്ഷത്രത്തിന്റെ രക്ഷിതാവ്. അന്നഹു അഹ്ലക ആദൽ ഊല, ആദ്യത്തെ ആദമ വിഭാഗത്തെ, ആദ് സമുദായത്തെ നശിപ്പിച്ചവനും അവനാണ്. അൽ ഊല, ആദിമ ആദ്. ആദ് രണ്ട് വിഭാഗമുണ്ട്, ആദുൽ ഊല, ആദ് സാനിയ അല്ലെങ്കിൽ ആദുൽ ഉഖ്റ. പിന്നെയോ വസമൂദ ഫമാ അബ്ഖ, സമൂദ് ഗോത്രത്തിനെയും അവൻ തന്നെയാണ് നശിപ്പിച്ചത്. ഫമാ അബ്ഖ, എന്നിട്ട് അതിലൊന്നും അവൻ ബാക്കിയാക്കിയില്ല, ഒന്നും ശേഷിപ്പിച്ചില്ല എന്നാണ്. എന്താണ് ഈ 4 വചനങ്ങളിൽ അല്ലാഹു നമ്മോട് ഉണർത്തുന്നത്? നേരത്തെ പറഞ്ഞതനുസരിച്ച് അവൻ നിങ്ങളെ ചിരിപ്പിക്കുന്നു, അവൻ നിങ്ങളെ കരയിപ്പിക്കുന്നു, അവൻ നിങ്ങളെ മരിപ്പിക്കുന്നു, അവൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഇങ്ങനെ അവൻ നിങ്ങളെ സംതൃപ്തനാക്കുന്നു, അവൻ നിങ്ങളെ ദരിദ്രരാക്കുന്നു, സാമ്പത്തികമായി ഉയർത്തുന്നു, താഴ്ത്തുന്നു. ഈ രൂപത്തിൽ അതിനെ അർത്ഥം പറഞ്ഞവരാണ് അന്നഹു അഗ്ന വ അന്നഹു ഹുവ അഗ്ന വ അഖ്ന, അവൻ തന്നെയാണ് നിങ്ങളെ ഐശ്വര്യമുള്ളവനാക്കിയത്, അവനാണ് നിങ്ങൾക്ക് സംതൃപ്തി നൽകിയത് എന്നാണ്. എന്താണ് ഇവിടെ സമ്പന്നനാക്കി എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫവജദക ആയിലൻ ഫഅഗ്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞല്ലോ, താങ്കൾ ദരിദ്രനായിരുന്നു, താങ്കളെ ഞാൻ ധന്യനാക്കി എന്നാണ്. ആ ധന്യത ഏതൊക്കെ വിഷയത്തിലാണുള്ളത്? ഒരു മനുഷ്യന് ലഭിക്കാനുള്ള എന്തൊക്കെ നന്മകളുണ്ടോ അതിലെല്ലാം ധന്യനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഒരാൾ ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസിഖ കഫാഫൻ വഖന്നഅഹു അല്ലാഹു ബിമാ ആതാഹ്, മുസ്ലിമായവൻ വിജയിച്ചിരിക്കുന്നു, അവന്റെ ഉപജീവനത്തിന്, അവന്റെ നിത്യ ജീവിതം
മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ വിഭവങ്ങൾ നൽകപ്പെട്ടവന് അവനും വിജയിച്ചിരിക്കുന്നു. വഖന്നഅഹുല്ലാഹു ബിമാ ആതാഹ്, അള്ളാഹു എന്താണോ നൽകിയത് അതിൽ സംതൃപ്തനായവനാരോ അവനും വിജയിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ അഗ്ന എന്നതിന് അഗ്ന വ അഖ്ന, സംതൃപ്തി നൽകുന്നവനും അവനാണ്, സമ്പത്ത് നൽകുന്നവനും അവനാണ്. അതേസമയം വ അഖ്ന എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം നൽകുന്നവനും അവനാണ് എന്ന അർത്ഥത്തിലും ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അഗ്നയുടെ ഓപ്പോസിറ്റ് ആയിട്ട് അഖ്ന എന്ന് പറയും. അഗ്ന എന്ന് പറയുമ്പോൾ സമ്പന്നനാക്കി, അഖ്ന എന്ന് പറയുമ്പോൾ ദരിദ്രനാക്കി. അതല്ല, അഗ്ന എന്നതിനെ സമ്പന്നനാക്കി, ആ സമ്പത്ത് ഒരു പക്ഷേ സാമ്പത്തികമായ നമ്മൾ കാണുന്ന ഭൗതിക വിഭവങ്ങളിലായിരിക്കില്ല. ലൈസൽ ഗിന അൻ കത്റത്തിൽ അറബ് വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്, കുമിഞ്ഞുകൂടി കിടക്കുന്ന ഭൗതിക വിഭവങ്ങളിലല്ല സമ്പത്ത്. നിന്റെ മനസ്സിനകത്തുള്ള ആത്മനിർവൃതിയിലാണ് സമ്പത്ത്. അതെങ്ങനെയാണ്? അവിടെയാണ് അഖ്ന എന്ന് പറഞ്ഞാൽ ഖനാഅത്ത് എന്നതിൽ നിന്നാണ് അത് നിഷ്പന്നമായത് എന്നാണ് ചില മുഫസ്സിറുകൾ പറയുന്നത്. ആ അർത്ഥപ്രകാരമാകുമ്പോൾ നേരത്തെ പറഞ്ഞ ഹദീസുമായിട്ടാണ് അത് കണക്ട് ചെയ്യപ്പെടുന്നത്. സമ്പത്തിന്റെ ആധിക്യമല്ല, മറിച്ച് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഇദമാ കുൻത ദാ ഖൽബിൻ ഖനൂഇൻ ഫഅൻത വമാലികുദ് ദുനിയാ സവാഉ, നിനക്ക് ലഭിക്കുന്നതിൽ സംതൃപ്തി അടയാനുള്ളൊരു ഹൃദയമുണ്ടെങ്കിൽ നീയും ലോക കോടീശ്വരനും തുല്യരാണ് എന്ന അല്ലാത്തൊരു പ്രയോഗമാണത്. ഇമാം ഷാഫിയുടെ മുന്നിൽ വെച്ച് ഒരാൾ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഅബയിൽ. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, യാ റബ്ബി ഹൽ അൻത റാളിൻ അന്നി, അതാ നീ എന്നെക്കുറിച്ച് സംതൃപ്തനല്ലേ, നീ എന്നെ തൃപ്തിപ്പെട്ടിട്ടില്ലേ? ഇത് കേട്ടപ്പോ മഹാനായ ഷാഫിഈ ഇമാം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ലഹാദ ഹൽ അൻത റാളിൻ അനില്ല ഹത്താ ഹുവ യർലാങ്ക്, ഇനി നാഥനോട് പറയുന്നുണ്ടല്ലോ, പടച്ചോനെ നീ എന്നെ തൃപ്തിപ്പെട്ടിട്ടില്ലേ, അവൻ നിന്നെ തൃപ്തിപ്പെടാൻ നീ അവനെ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ? ഈ ചോദ്യം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയെന്ന്. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, സുബ്ഹാനല്ലാഹ് യർഹമുക്കല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധൻ, അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മൻ അൻത്, നിങ്ങൾ ആരാ? അദ്ദേഹം പറഞ്ഞു, അന ശാഫിഈ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ. അപ്പോ അദ്ദേഹം പറയാണ്, കൈഫ അർള അൻഹു അന അതമന്ന റളാഹ്, ഞാൻ അവൻ എന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ധാരണ. കാരണം ഞാൻ എപ്പോഴും അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, അതാണ് എൻ്റെ തേട്ടം. അപ്പം അവൻ തൃപ്തിപ്പെടൂലേ എന്നാണ്. അപ്പൊ ശാഫിഈ ഇമാം പറഞ്ഞു, യാ ഹാദാ ഇദാ കാന സുറൂറുക ബിന്നിഖ്മതി കസുറൂറിക ബിന്നിഅമതി ഫഖദ് റളീത അനില്ലാ, നിനക്ക് പ്രയാസങ്ങൾ വരുമ്പോ എന്തൊരു മാനസികാവസ്ഥയാണോ, കസുറൂറിക ബിന്നിഅമ, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുമ്പോൾ നീ സന്തുഷ്ടനാകുന്നു. ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് ആത്മാർത്ഥമായിട്ട് നീ എത്ര ആത്മാർത്ഥമായിട്ട് പറയും? അതേ കുഞ്ഞ് മരിച്ചു എന്ന് പറയുമ്പോൾ അതേ ആത്മാർത്ഥതയോടുകൂടി നിനക്ക് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയുമോ? എങ്കിൽ നിന്നെ അള്ളാഹു തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന് നിനക്ക് ഉറപ്പിക്കാം. ഇദാ കാന സുറൂറുക ബിന്നിഖ്മ കസുറൂറിക ബിന്നിഅമ ഫഖദ് റളീത അനില്ലാ, നിന്റെ മാനസികാവസ്ഥ സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും
വേളയിൽ ഒരേപോലെ ആയിരിക്കണം. അജബല്ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതം എന്ന് പറഞ്ഞതാണ്. ഇന്ന അംറുഹു കുല്ലുഹു ലഹു ഖൈർ, എല്ലാം അവന് നന്മയാണ്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കും, ഫക്കാന ഖൈറൻ ലഹു. അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ശുക്ർ ചെയ്യും, ഫക്കാന ഖൈറൻ ലഹു. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, അത് മുഅ്മിനല്ലാതെ ഉണ്ടാവുകയുമില്ല. അപ്പൊ പിന്നെ ഇവിടെ അഖ്ന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇന്നഹു ഹുവ അഖ്ന വ അഖ്ന, അവൻ നിന്നെ സമ്പന്നനാക്കി. ഏത് സമ്പത്ത്? ഭൗതിക സമ്പത്തല്ല. എന്താണോ അവൻ നിനക്ക് തന്നത്, അഗ്നാക ബിൽ ഇൽം, അഗ്നാക ബിൽ ഹിക്മ, അഗ്നാക ബിൽ റിള, അഗ്നാക ബിൽ അമലി സ്വാലിഹ്, അഗ്നാക ബി മഅരിഫത്തില്ലാഹ്, അഗ്നാക ബിൽ ജന്ന. നന്മ ചെയ്യാനുള്ള ധന്യത, അതൊരു സൗഭാഗ്യമാണ്. ഒരു അമല് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് സൗഭാഗ്യമാണ്. ഒരു തിന്മ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു നൽകിയ ഗനിയാണ്, സമ്പത്താണത്. അതുകൊണ്ടാണ് സലഫു സാലിഹികൾ തിന്മ ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ, അള്ളാഹുവെ എന്നെ നീ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞ് അള്ളാഹിനെ സ്തുതിക്കാറുണ്ട്. നാം അല്ലാഹുമ്മ ആഫാനി മിമ്മബ്തലാക ബിഹി വഫളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ളീല എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എന്ന് പരീക്ഷണങ്ങൾക്ക് വിധേയരായ ആളുകളെ കാണുമ്പോൾ, അംഗവൈകല്യമുള്ളവരെ കാണുമ്പോൾ, പടച്ചവനെ നീ എത്ര പരിശുദ്ധനാണ്, നിനക്ക് സർവസ്തുതിയും. എത്രയോ ആളുകൾ മാരകമായ രോഗങ്ങളിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ എനിക്ക് നിലവിലുള്ള ആരോഗ്യം നീ നൽകിയില്ലേ. അതൊരു പക്ഷേ പൂർണ്ണ ആരോഗ്യമായിക്കൊള്ളുന്നില്ല, എന്തെങ്കിലും രോഗങ്ങളില്ലാതെ ഉണ്ടായേക്കാം. എന്നാലും ആ നൽകപ്പെട്ട അവസ്ഥയിൽ അള്ളാഹുവിനെ സ്തുതിക്കുവാൻ സാധിക്കുക. ആ വലിയ നിനക്ക് കിട്ടിയാൽ ഫഅഖ്ന, അവിടെയാണ് നിന്റെ സംതൃപ്തി വരുന്നത്. അപ്പോൾ നിന്റെ സംതൃപ്തി വിജ്ഞാനത്തിലായിരിക്കും. നിന്റെ അനുഗ്രഹം, വിജ്ഞാനം കിട്ടിയിട്ടുണ്ടാകും, ഹിക്മത്ത് ഉണ്ടാകും, തർലിയത്ത് കിട്ടിയിട്ടുണ്ടാകും, നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടാകും. ഈ അർത്ഥത്തിലെല്ലാം പറയുമ്പോൾ ഇന്നഹു ഹുവ അഖ്ന വ അഖ്ന. അപ്പൊ അഖ്നക്ക് നേരത്തെ പറഞ്ഞ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതിലെല്ലാം നീ സംതൃപ്തനാണ്. അങ്ങനെ എന്നെ സംതൃപ്തനാക്കിയവനും അള്ളാഹുവാണ് എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് ചില മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത്. ഏതായാലും സംതൃപ്തിയും സന്തോഷവും സന്താപവും സമ്പത്തും ദാരിദ്ര്യവും എല്ലാം അള്ളാഹുവിങ്കിൽ നിന്ന് തന്നെയാണ്. വഅന്നഹു ഹുവ റബ്ബുശ് ശിഅറ, അവൻ തന്നെയാണ് ശിഅറ എന്ന നക്ഷത്രത്തിന്റെ റബ്ബ്. അതൊരു നക്ഷത്രത്തിന്റെ പേരാണ്. ആ പേരിനെ കുറിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അന്നഹു ഹുവ റബ്ബു ശിഅറ എന്ന് പറയുന്നത്? ശിഅറ എന്ന നക്ഷത്രത്തിന്റെ അതാ ഈ പ്രകാശവർഷത്തിൽ അതിനെ കണക്കാക്കുമ്പോൾ 8 പ്രകാശവർഷം അകലെയാണ് നിലവിലുള്ള സൂര്യനിൽ നിന്ന്. ഭൂമിയോട് അടുത്ത നക്ഷത്രമായ സൂര്യനിൽ നിന്ന് ഏകദേശം 8 പ്രകാശവർഷം അകലെ. നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല അതിന്റെ ദൂരം. പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ 8 വർഷം പ്രകാശം സഞ്ചരിച്ചാൽ എത്ര ദൂരമുണ്ടോ അത്രയും ദൂരത്തിലാണ് ശിഅറ എന്ന നക്ഷത്രം എന്നാണ്. സൂര്യനേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുണ്ട് അതിന്. അതിനെയാണ് റബ്ബു ശിഅറ, ശിഅറ എന്ന നക്ഷത്രത്തിന്റെ റബ്ബ് എന്ന് പറയാൻ കാരണം. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് റബ്ബു സുറയ്യ എന്ന് പറയാതെ? സുറയ്യ നക്ഷത്രം ഉണ്ടല്ലോ, എന്തുകൊണ്ട് സുറയ്യ നക്ഷത്രത്തിന്റെ റബ്ബ്, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ നക്ഷത്രത്തിന്റെയും റബ്ബ് എന്ന് പറയാതെ വെറും ശിഅറ എന്ന നക്ഷത്രത്തെ മാത്രം പറ്റി പറയാൻ കാരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അത് ആണ് ലിഅന്നഹ അക്ബറു നജ്മിൻ ഫിസ്സമാ, ഏറ്റവും വലിയ നക്ഷത്രമായിട്ട് അറബികൾ പരിഗണിച്ചിരുന്ന നക്ഷത്രം അതാണ്. ഇന്നത്തെ പോലെ അത് അളക്കാനോ അതിനെ കാണാനുള്ള ടെലസ്കോപ്പ് ഒന്നും ഇല്ലല്ലോ. അക്കാലഘട്ടത്തിൽ അവരുടെ നിഗമനം അനുസരിച്ച് താബിഇകൾ
ദൈവേതര ശക്തികളെ ആരാധിക്കുന്ന വിഭാഗം നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ആ ജനതയിൽ വരുന്നത് ദൈവികേതര മതമായി സ്വീകരിക്കുന്ന സാബിയാക്കളാണ്. അവരാണ് നക്ഷത്രത്തിന് രൂപമുണ്ടാക്കി ആ രൂപമുണ്ടാക്കി അതിനെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക്, അങ്ങനെയാണ് ബിംബാരാധനകൾ വരുന്നത്. അതേസമയം അവരിൽ തന്നെ ഒരു വിഭാഗം നക്ഷത്രത്തിന് രൂപമോ ബിംബമോ ഉണ്ടാക്കാതെ അള്ളാഹുവിന്റെ ആത്മചൈതന്യം അതിലുണ്ട്, അതാണ് അതിന്റെ പ്രകാശം എന്ന് പറഞ്ഞ് അതിനെ നേരിട്ട് ആരാധിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തുകയാണ്, നിങ്ങൾ ആരാധിക്കേണ്ടത് ആരെയാണ്? ഈ നക്ഷത്രത്തെയല്ല. കാരണം ഈ നക്ഷത്രത്തെ സൃഷ്ടിച്ച റബ്ബുണ്ട്. ഈ നക്ഷത്രം എന്താണ്? അത് മർബൂബാണ്. ഈ മർബൂബ് അഥവാ പരിപാലിക്കപ്പെടുന്നതാണ് നക്ഷത്രം, ഷേറ എന്ന നക്ഷത്രം. അപ്പൊ പരിപാലിക്കുന്നവനാരാണ്? അതാണ് വ അന്നഹു ഹുവ റബ്ബു ഷേറ. ആ നക്ഷത്രത്തെ ആ വലിപ്പവും രൂപവും ദൂരവും എല്ലാം നൽകി അതിനെ നിലനിർത്തുന്നവൻ ഉണ്ട്. അവൻ റബ്ബാണ്, അല്ലാതെ ഈ നക്ഷത്രമല്ല റബ്ബ്. ഈ നക്ഷത്രം എന്നത് മർബൂബാണ്. അതവരെ ബോധ്യപ്പെടുത്താനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രയോഗം നടത്തിയത് എന്നിട്ട് അദ്ദേഹം ഒരു ആയത്തോതുണ്ട്, ലഅഖദ്നാ മിൻഹു ബിൽയമീൻ വലൗ തഖബ്ബല അലൈനാ ബഅദുൽ അഖാവീൽ എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ. അള്ളാഹു പ്രവാചകനോട് പറയുന്നത്, താങ്കൾ അള്ളാഹുവിന്റെ മേലിൽ അവൻ പറയാത്തത് പറഞ്ഞാൽ അള്ളാഹു അവന്റെ വലം കൈ കൊണ്ട് നിന്നെ പിടിക്കും, ലഖതഅനാ മിൻഹുൽ വതീൻ, നിന്റെ കണ്ടനാടി ഛേദിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് യമീൻ എന്ന് പറഞ്ഞത്? അള്ള പിടിക്കുന്നു പറഞ്ഞ പോലെ. അഥവാ അഖ്വ അൽ യദൈൻ. സാധാരണ നമ്മൾ പറയുമ്പോൾ നമ്മുടെ കരങ്ങളിൽ ഏറ്റവും ശക്തിയായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത് വലത് കൈയാണ്. അള്ളാഹുവിനോ അവന്റെ സിഫത്തിനോട് അവന്റെ വിശ്വാസനത്തോട് അനുയോജ്യമായ ആ കരത്തിലെ വലതവൻ പറഞ്ഞു. പിന്നെന്തുകൊണ്ട് ഞരമ്പുകൾ ഛേദിക്കും എന്ന് പറയാതെ കണ്ടനാടിയെ ഛേദിക്കും, ജീവനാടിയെ ഛേദിക്കും എന്ന് പറയാൻ കാരണം, ജീവനാടി ഛേദിച്ചാൽ പിന്നെ ബാക്കി എല്ലാ ഞരമ്പുകളും ഛേദിക്കപ്പെടും, ജീവൻ ഹനിക്കപ്പെടും. അപ്പൊ സുറയ്യ എന്ന നക്ഷത്രത്തെ പറ്റി പറയുമ്പോൾ അത് മാത്രം മതി, ബാക്കി എല്ലാ നക്ഷത്രത്തെയും രക്ഷിതാവ് അവൻ തന്നെയാണ് എന്ന് അറബികൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയോഗം നടത്തിയത് എന്ന് തഫ്സീറുകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഏതായാലും അപ്പൊ നക്ഷത്രങ്ങളുടെയും രക്ഷിതാവ് അവനാണ്. അവ ആരാധിക്കപ്പെടേണ്ടതല്ല, അതിൻ്റെ രക്ഷിതാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അവനാണ് നിങ്ങളെ ധന്യനാക്കിയത്, അവനാണ് നിങ്ങളെ ദരിദ്രരാക്കിയത്, അവനാണ് നിങ്ങളെ സംതൃപ്തരാക്കിയത്, അവൻ തന്നെയാണ് നിങ്ങളെ സമ്പന്നനാക്കിയത്. അന്നഹു അഹ്ലക ആദൽ ഊല, അവനാണ് ആദ് സമുദായത്തെ, ആദിമ ജനതയായ ആദിനെ നശിപ്പിച്ചതും അവൻ തന്നെയാണ് എന്നാണ്. അപ്പൊ ആദത്തെ സമുദായം ആദൽ ഊല എന്ന് പറഞ്ഞത് അതാരാണ്? അവിടെ തഫ്സീറുകളിൽ പറയുന്നത് ആദ് സമുദായം, ആദിൽ ഊലയുണ്ട്, ആദിൽ ഉഖറയുണ്ട്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനായ സാമിന്റെ മകനായ ഔസിന്റെ മകനായ ഇറമിന്റെ മകനായ ആദ്. സാമുബിനു നൂഹുബിനു സാമുബിനു ഔസുബിനു ഇറം ഇബിനു ആദ്. അവർ ജീവിച്ചിരുന്നത് യമനിലെ അഹ്ഖാഫിലായിരുന്നു എന്നാണ്. അവിടേക്കാണ് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുന്നത്. അവർ വലിയ ആഘാരമുള്ള ആളുകളായിരുന്നു. അള്ളാഹു നിങ്ങളെ നൽകിയ അനുഗ്രഹം ഓർക്കണം. കാരണം നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ശേഷം പ്രളയത്തിൽ മാക്സിമം 80 ആളുകൾ, അവരല്ലാത്തവരെല്ലാം നശിപ്പിക്കപ്പെട്ടു. ലോകത്ത് പിന്നെ ഒരു ജനതയില്ല. പിന്നെ ഈ 80
ആളുകളിൽ നിന്നാണ് അടുത്ത തലമുറ ഉണ്ടാകുന്നത്. ആ തലമുറ വരുന്നത് ആദ് സമുദായമാണ്. അപ്പോ നിങ്ങളെ പിൻഗാമികളാക്കി നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ശേഷമുള്ള ജനതയാക്കി നിങ്ങളെ പിൻഗാമികളാക്കി മാറ്റി അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ അനുഗ്രഹത്തെ നിങ്ങൾ അനുസ്മരിക്കണം. വസാദക്കും ഫിൽ ഖൽഖി ബസ്ത, നിങ്ങൾക്ക് നല്ല ആകാര ചൗഷ്ട്യം അല്ലെങ്കിൽ അതിനുള്ള ഷദീദ് എന്ന ഭയങ്കരമായ അവരുടെ നീളത്തെക്കുറിച്ചൊക്കെ ആദനബിയുടെ നീളത്തെക്കുറിച്ച് 60 മുഴം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവർ 100 മുഴം വരെ നീളം ഉണ്ടായിരുന്നു എന്നാ. അത്രയും വലിയ വലിയ പാറകളൊക്കെ എടുത്തിട്ട് അവർക്കുള്ള അവരുടെ ശത്രുക്കളെ നശിപ്പിക്കാൻ പാറ പൊന്തിച്ചാണ്ട് ഇട്ടുകൊടുക്കുന്ന പറയുന്നത്. അത്രയും, അതാണ് അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, ഫൈദ ബത്തഷ്തും ബത്തഷ്തും ജബ്ബാരീൻ, നിങ്ങൾ എന്ത് പോക്കിരിത്തരമാണ് ഈ കാണിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ ആഹാരവും വെച്ചിട്ട്. ഇന്ന് റസൂൽ വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്കിടയിലേക്കാണ് മഹാനായ നൂഹ് നബി ഹൂദ് അലൈഹിസ്സലാം വന്നത്. അഹങ്കരിച്ചു അവർ. വഖാലൂ മൻ അശദ്ദു മിന്നാ ഖുവ്വ, അവർ പറഞ്ഞു ഞങ്ങളെക്കാൾ ശക്തിയുള്ളവർ ആരാളുള്ളത്. അവരോട് അല്ലാഹ് ചോദിക്കണം, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, ഇത്രയും ആരോഗ്യമുള്ളവരെ നിങ്ങളെ പടച്ച അള്ളാഹ്ക്ക് എന്തായാലും നിങ്ങളെക്കാൾ ആരോഗ്യം ഉണ്ടാവൂലേ, നിങ്ങളെക്കാൾ ശക്തി ഉണ്ടാകില്ലേ. വകാനൂ ബിആയാതിനാ യജ്ഹദൂൻ, പക്ഷേ അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയാണ്. അവരെ ഉത്ബോധിപ്പിക്കാൻ വന്ന ഹൂദ് അലൈഹി ഇസ്ലാമിനോട് അവർ ചോദിക്കുന്നത്, ഇന്നാ ലനറാക ഫീ സഫഹ വ ഇന്നാ ലനظുന്നുക മിനൽ കാദിബീൻ, നീ തനി വിഡ്ഢിയാണ്, നീ പെരും കള്ളനാണ്. അദ്ദേഹം പറഞ്ഞു, ഹൂദ് അലൈഹി ഇസ്ലാം പറഞ്ഞു, ലൈസ ബി സഫഹ വലാകിന്നി റസൂലും മിർ റബ്ബിൽ ആലമീൻ, ഇല്ല എനിക്കല്ല അവിവേകം, ഞാനല്ല വിഡ്ഢി, ഞാൻ ലോകരക്ഷിതാവിങ്കൽ നിന്ന് നിങ്ങളെ സമുദ്ധരിക്കാൻ വേണ്ടി വന്നവനാണ്. ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി വഅന ലക്കും നാസിഹുൻ അമീൻ. ഉണ്ടോ, പ്രബോധകൻ അങ്ങനെയാണ്. ദൈവിക നിയമങ്ങൾ എത്തിച്ചു തരാൻ അത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്തം. അവർ വിഡ്ഢി എന്ന് വിളിക്കുമ്പോൾ തിരിച്ച് നിങ്ങളാണ് വിഡ്ഢി, നിങ്ങൾ പമ്പര വിഡ്ഢി എന്ന് പറഞ്ഞതിനേക്കാൾ കടുത്ത ഭാഷയിൽ അവരെ എതിർക്കലല്ല ദഅവത്ത്. പിന്നെന്താ അദ്ദേഹം പറയുന്നത്, വഅന ലക്കും നാസിഹുൻ അമീൻ, ഞാൻ ഒരു ഗുണകാംക്ഷയും വിശ്വസ്തനും. അവർ പറഞ്ഞത് നീ കള്ളനാണെന്നാ, നീ കാദിബീൻ കള്ളന്മാരിൽപ്പെട്ടവനാണെന്നാണ്. അപ്പൊ അദ്ദേഹം പറയണത്, നോ, ഞാൻ അമീനാണ്, സത്യസന്ധനാണ്, വിശ്വസ്തനാണ്, നാസിഹാണ്, നിങ്ങളുടെ ഗുണം കാക്ഷിക്കുന്നവനാണ്. അവ അജിബ്തും അൻ ജാഅക്കും ദിക്റും മിർ റബ്ബിക്കും അലാ റജുലിൻ മിൻകും ലിയുൻദിറക്കും, നിങ്ങളെ ഉത്ബുദ്ധനാക്കാൻ വേണ്ടി വന്ന നിങ്ങളുടെ രക്ഷിതാവ് അയച്ച ഒരു മനുഷ്യന്റെ വിഷയത്തിൽ നിങ്ങൾ ഇത്രയും അത്ഭുതം കൂറിക്കൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുകയോ. അത്തബ്നൂന ബികുല്ലി ദിബ്ഇൻ ആയതൻ തഅബസൂൻ, അവരുടെ മറ്റൊരു പണിയായിരുന്നു ഉയർന്ന കുന്നുകളിൽ കയറി വമ്പൻ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക. വളരെ നസീഹത്തോടു കൂടി ഹൂദ് നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഉണ്ടാക്കുന്നതിന്റെ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ലക്ഷ്യം എന്താണ്? ആ ആയത്തൻ അടയാളങ്ങളാണ്, അടയാളപ്പെടുത്തലുകൾ. പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെയല്ലേ? നമ്മുടെ ജീവിതം കൊണ്ട് ധന്യമാക്കാൻ, നമ്മുടെ ജീവിതം കൊണ്ട് മാതൃക സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് നമ്മുടെ അടയാളങ്ങൾ, അതാണ് പാദമുദ്രകൾ, അതാണ് നമ്മുടെ സ്തൂപം. അല്ലാതെ നമ്മുടെ കോലം കുറേ പണം മുടക്കി അല്ലെ, 3000 കോടി, ഒരു കോടിക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുന്ന ഒരു രാഷ്ട്രത്തിലാണ് 3000 കോടി രൂപ ചെലവഴിച്ച് പട്ടേൽ പ്രതിമ നിർമ്മിച്ച് അത് പിന്നെ പക്ഷികൾക്കും പറവകൾക്കും കാഷ്ടിക്കാനും കൂട് കെട്ടാനുമുള്ള ഒരു അടയാളമായി നിർമ്മിച്ചിരിക്കുന്നത്.
ഇതിന്റെ കാരണം എന്താണ്? തഅബസൂൻ, വെറും വിനോദം, കിടമത്സരം. അന്ത്യനാളിന്റെ അടയാളം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൻതറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത്തൽ അഅശ യതതാവലൂന ഫിൽ ബുനിയാൻ. പ്രയാസങ്ങളുണ്ട്, പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, പക്ഷേ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിൽ കിടമത്സരമായിരിക്കുന്നു. ലോൺ എടുത്തിട്ടും പലിശക്ക് വാങ്ങിയിട്ടും കടം വാങ്ങിയിട്ടും കട്ടെടുത്തിട്ടും കെട്ടിടങ്ങൾ ഇങ്ങനെ പൊക്കുക. എന്താണ് അതിന്റെ ലക്ഷ്യം? പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, മത്സരം മാത്രം. തഅബസൂൻ, ലഅബും വിനോദവും കളിയും ശക്തിപ്രകടനവും ഇതെല്ലാമായി അവർ അഹങ്കരിച്ചു. വതത്തഖിദൂന മസാനിഅ ലഅല്ലക്കും തഖ്ലുദൂൻ. മാത്രമല്ല അവർ വിചാരിച്ചത് ഞങ്ങൾക്ക് ഈ കെട്ടിടത്തിലെന്നും കാലാകാലം താമസിക്കാം എന്നതാണ്. പക്ഷേ അവരുടെ ധാരണകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് അവർക്ക് ശിക്ഷ വന്നത്. ആ ശിക്ഷയെക്കുറിച്ച് അവരോട് താക്കീത് ചെയ്തപ്പോൾ അവർ പറഞ്ഞത്, യാ ഹൂദ് മാ ജിഅ്തനാ ബിബയ്യിന വമാ നഹ്നു ബിതാരികി ആലിഹതിന അൻ ഖൗലിക വമാ നഹ്നു ലക ബിമുഅ്മിനീൻ ഇൻ നഖൂലു ഇല്ല തറാക ബഅദു ആലിഹതിന ബിസൂ. അവർ ഇങ്ങനെയുള്ള അഹങ്കാരത്തോടൊപ്പം ബഹുദൈവ വിശ്വാസികൾ ബിംബങ്ങൾ ആരാധിച്ചിരുന്നു. നിന്റെ വാക്ക് കേട്ട് ഞങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ച് നീ പറയുന്നത് വിശ്വസിക്കണമെന്നാണോ നീ പറയുന്നത്? ഒരിക്കലും ഞങ്ങൾ അതിനെ കിട്ടില്ല. മാത്രമല്ല, ഞങ്ങൾ ഈ ബിംബാരാധന അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് നിനക്ക് ഞങ്ങളുടെ ആരാധ്യരുടെ ശാപം തട്ടിയതാണ്. അതുകൊണ്ടാണ് നിങ്ങളെ സഫാഹത്ത് വിളിച്ചു പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇന്നി ഉഷ്ഹിദു അല്ലാഹ വഷ്ഹദൂ അന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയുന്നു, നിങ്ങൾ സത്യസാക്ഷ്യം വരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ വരും. മിൻ ദൂനിഹി ഫക്കീദൂനി ജമീഅൻ തുമ്മ ലാ തുൻദിറൂൻ ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബുക്കും. ഞാൻ എൻ്റെ രക്ഷിതാവിൽ പരമേൽപ്പിച്ചവരാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശാപവാക്കുകൾ അതെനിക്ക് ഏൽക്കില്ല. ഫക്കീദൂനി ജമീഅൻ തുമ്മ ലാ തുൻദിറൂൻ, ഒട്ടും വൈകണ്ട. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ ആരാധ്യരുടെ ശാപം തട്ടി എന്നുള്ളത്. ആ ശാപം ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ എനിക്കതിന് ഭയമില്ല. കാരണം ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബുക്കും, നിങ്ങളുടെയും എന്റെയും രക്ഷിതാവിലാണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും കുടുംബം അവന്റെ കയ്യിലാണ്, ഞാനാകട്ടെ അവന്റെ മാർഗത്തിലുമാണ്. വത്തഖുല്ലദീ അമദ്ദക്കും ബിമാ തഅലമൂൻ അമദ്ദക്കും ബിഅൻആമിൻ വബനീൻ. നിങ്ങളെ നാക്കാലികൾ നൽകി, സന്താനങ്ങളെ നൽകി, സമ്പത്ത് നൽകി സഹായിച്ച ആ നാഥനെ നിങ്ങൾ സൂക്ഷിക്കണം. വജന്നാത്തിൻ വഉയൂൻ, അരുവികളും തോട്ടങ്ങളും നൽകി നിങ്ങളെ സഹായിച്ച അനുഗ്രഹിച്ചവൻ. ഇനി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം, കഠിനമായ ശിക്ഷ നിങ്ങളിൽ പതിക്കുമോ എന്ന് വരെ ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണ്? സവാഉൻ അലൈന അവഅദത ലന അവഅദത അം ലം തകും മിനൽ വാഇദീൻ. ഹൂദേ, നീ ഞങ്ങളോട് വഅദ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് കണക്കാണ്, നിന്നെ വിശ്വസിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. ഇൻ ഹാദാ ഇല്ലാ ഖുലുഖുൽ അവ്വലീൻ. ഇതൊക്കെ തന്നെ മുൻഗാമികൾക്കും ഇവിടെ പറഞ്ഞു പേടിപ്പിച്ചിട്ടുണ്ട് പലവരും. പക്ഷെ അതൊന്നും ഞങ്ങളെ പറഞ്ഞു പേടിപ്പിക്കണ്ട. ഫഅ്തിനാ ബിമാ തഅഇദുനാ ഇൻ കുൻത മിനസ് സ്വാദിഖീൻ. അഥവാ നീ പറഞ്ഞത് സംഭവിക്കുമെന്നുണ്ടെങ്കിൽ നീ കൊണ്ടുവരൂ, നീ പറഞ്ഞ ശിക്ഷ ഞങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. ഫസ്തക്ബറു ഫിൽ അർളി ബിഗൈരിൽ ഹഖ്. അഹങ്കാരത്തിന്റെ ധ്വനിയായിരുന്നു അവരുടെ ഓരോ സംസാരത്തിലും. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇർമാദ് അല്ലതി ലം യുഖ്ലഖ മിസ്ലുഹാ ഫിൽ ബിലാദ്.
നബിയെ താങ്കൾക്കറിയില്ലേ ആദ് ഗോത്രത്തെ അള്ളാഹു എന്താണ് ചെയ്തത്? ഇറമ ദാത്തിൽ ഇമാദ്, ഇറം വംശത്തിൽപ്പെട്ട കൊടും വലിയ വലിയ തൂണുകൾ സ്ഥാപിച്ച് സ്തൂപങ്ങൾ, കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നവർ, അവരെപ്പോലൊരു ജനത ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന്. അത്രയും ഭീമാകാരമായിരുന്നു അവരുടെ രൂപം. ആ ധിക്കാരം അവർ അത് ചോദിച്ചു വാങ്ങിച്ചപ്പോ അവിടെയാണ് അല്ലാഹു അവരെ ശിക്ഷിച്ചത്. ബൽഹുവ മസ്തഅജൽതും ബിഹി, അവർ ശിക്ഷക്ക് ധൃതി കാണിച്ചപ്പോ റീഹുൻ ഫിഹാ അദാബുൻ അലീം. അതാണ് ഫഅമ്മാ ആദുൻ ഫസ്തക്ബറു ഫിൽ അർളി, ഭൂമിയിൽ അഹങ്കാരം നടിച്ച ആദ് സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചത് എങ്ങനെയാണ്? കൊടുങ്കാറ്റുകൊണ്ടാണ്. സൊർസറിൻ ആത്തിയ ഫഉഹ്ലികൂ ബിരീഹിൻ സൊർസറിൻ ആത്തിയ, അടിച്ചു വീശുന്ന കൊടുങ്കാറ്റ്. സഖറഹാ അലൈഹിം സബ്അ ലയാലിൻ വസമാനിയത അയ്യാം, 7 രാത്രിയും 8 പകലും നീണ്ടു നിൽക്കുന്ന കൊടും കാറ്റ്. ഫതറൽ ഖൗമ ഫിഹാ സുർആ കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ, കടപുഴകി വീണ് കിടക്കുന്ന വൻ മരങ്ങൾ, വൻ വൃക്ഷങ്ങൾ പോലെ അവരിങ്ങനെ നേരം പുലർന്നപ്പോൾ അവരുടെ ഭവനങ്ങളിൽ, അവരുടെ നാടുകളിൽ കമിഴ്ന്നടിച്ച് കിടക്കുന്നതായിട്ട് നിനക്ക് കാണാം എന്ന് വിശുദ്ധ ഖുർആൻ അവരെ കുറിച്ച് പറയുന്നുണ്ട്. ആ സമുദായമാണ് ആദ് സമുദായം. അവരാണ് ആദൻ അൽ ഊല എന്ന് പറയുന്നത്. അപ്പൊ ആദുൽ ഉഖ്റ എന്ന് പറയുന്നതോ രണ്ടാമത്തെ ആദ് സമുദായം, അതാണ് സമൂദ് ഗോത്രത്തിന്റെ സ്വാലിഹ് നബി അലൈഹിസ്സലാം നിയോഗിച്ച സമൂദ് ഗോത്രമാണ് ആദുൽ ഉഖ്റ അല്ലെങ്കിൽ ആദ് സാനിയ എന്ന് പറയുന്നത് എന്നാണ് മുഫസ്സിറുകളിൽ പലരും അതിനെക്കുറിച്ച് പറയുന്നത്. ഏകദേശം 100 വർഷത്തിന്റെ വ്യത്യാസത്തിലാണ് ഈ 2 ജനതയും വന്നിട്ടുള്ളത് എന്നാണ്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രവും സമാനമായിരുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട സമൂദ്, ആസിർ ഇബ്നു സമൂദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരായിട്ട് പറയുന്നത്. ആ സമൂദിന്റെ മക്കളാണ് ഖൗമു സമൂദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഹിജ്ർ, അഹ്ലുൽ ഹിജ്ർ, അസ്ഹാബുൽ ഹിജ്ർ എന്നും അവരെ കുറിച്ച് പറയും. അതാണ് മദാഇൻ സ്വാലിഹ് എന്ന് പറയുന്നത്. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ആ സ്ഥലം. അവിടേക്ക് പോകുന്ന സന്ദർഭത്തിൽ പല ആളുകളും അവരെ നശിപ്പിച്ച ആ സ്ഥലത്തേക്ക് കൊടും ഇടിത്തി വന്നവരെ ആ സ്വാഇഖത്ത് വന്ന് അവരെ നശിപ്പിച്ച ആ പ്രദേശം എത്തിച്ചപ്പോ അൽ ഉല എന്ന പേരിൽ നിന്ന് സൗദി ഗവൺമെന്റ് പ്രത്യേകം പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിച്ചൊരു സ്ഥലമാണ്. പക്ഷെ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രക്കായിട്ടാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല, ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഉപയോഗിക്കേണ്ടതല്ല. അള്ളാഹുവിന്റെ ശാപം ഇറങ്ങിയ സ്ഥലം എങ്ങനെയാണ് ഒരു ടൂറിസ്റ്റ് വിനോദസഞ്ചാരമാക്കി മാറ്റുക? അവിടെ പോകുന്ന ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, കരയാൻ കഴിയാത്ത ഇല്ലാവ അൻതും ബാഖൂൻ, നിങ്ങൾക്ക് കരയാൻ കഴിയില്ലെങ്കിൽ അവിടെ കയറരുത് എന്ന്. ആളുകളൊക്കെ അവിടെ ഇങ്ങനെ കയറി റസൂലുള്ളാഹി കവിരത്തിയപ്പോ അസ്വലാത്തു ജാമിഅ എന്ന് പറഞ്ഞ് വിളംബരം ചെയ്തു. ജനങ്ങളെല്ലാം തന്റെ അടുക്കലേക്ക് ഒരുമിച്ച് കൂട്ടിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മാ തദ്ഖുലൂന അലാ ഖൗമിൻ ഗളബല്ലാഹു അലൈഹിം, അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരായ ആളുകളുടെ നാട്ടിലാണ് ഇപ്പൊ നിങ്ങളുള്ളത്. അഫലാ ഉനബ്ബിഉകും ബിഅഅജബ മിൻ ദാലിക്, എന്തു മഹാ ശിക്ഷയ്ക്ക് വിധേയരായ ഈ സ്ഥലത്ത് നിന്ന് യാതൊരുവിധ ഗൗരവമോ പ്രാധാന്യമോ കാണിക്കാതെ നിങ്ങൾ അവിടെ വെച്ച് അവർ ഭക്ഷണം പാകം ചെയ്യാനും അതേപോലെ തന്നെ വെള്ളത്തിനും ഒക്കെ ആ സ്ഥലം ഉപയോഗിച്ചപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അതിൽ നിന്ന് വിലക്കിയത്. കാരണം അത്ര വലിയ ധിക്കാരം തന്നെയായിരുന്നു അവരിലേക്ക് നിയോഗിക്കപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാമിനോട് അവർ കാണിച്ചത്.
അതൻഹാന അൻ നഅബുദ മാ യഅബുദു ആബാഉനാ വ ഇന്നാ ലഫീ ശക്കിൻ മിമ്മാ തദഊനാ ഇലൈഹി മുരീബ്. നീ വിളിക്കുന്ന, ഞങ്ങൾ പരമ്പരാഗതമായി ആരാധിച്ചു വരുന്നതിനെ ഒരിക്കലും ഞങ്ങൾ ഒഴിവാക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നൂഹ് നബി അലൈഹി സ്വാലിഹ് നബി അലൈഹി സ്വലാമിനോട് വെല്ലുവിളിക്കുകയാണ്. താങ്കൾ സത്യപ്രവാചകനാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ദൃഷ്ടാന്തം വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, ലാ തസ്അലുൽ ആയാത്ത് ഫഖദ് സഅലഹാ ഖൗമു സ്വാലിഹ് ഫകാനത് തരിദു മിൻ ഹാദൽ ഫജ് വതസ്ദുറു മിൻ ഹാദൽ ഫജ്. നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന ദൃഷ്ടാന്തമുണ്ട്, വിശുദ്ധ ഖുർആൻ. അതിന് പുറമെ മറ്റു ദൃഷ്ടാന്തങ്ങൾ എന്നോട് ചോദിക്കരുത്. കാരണം ചോദിച്ച ജനതക്ക് അത് വലിയ ഒരു ദുരന്തമായി മാറിയിട്ടുണ്ട്. ഖിദാർ ഇബ്നു സാലിഫ് തിസ്അത്തു റഹ്തിൻ എന്ന് പറഞ്ഞല്ലോ, അവർ പ്ലാൻ ചെയ്തതാണ്, ഞങ്ങൾക്കൊരു ഒട്ടകത്തെ കാണിച്ചു തരണം. ഖദ് ജാഅത്തുക്കും ബയ്യിനത്തും മിർ റബ്ബിക്കും ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ. ആ ഒട്ടകത്തെ അവർ ആവശ്യപ്പെട്ട സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ആവശ്യപ്രകാരം അള്ളാഹു അത് നടപ്പിൽ വരുത്തി. പാറക്കെട്ടിൽ എന്നൊരൊട്ടകം പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, നാഖത്തുള്ള, ഇതാ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ട ഒട്ടകം, അതിതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. നിങ്ങൾക്കതിനെ പരിപാലിക്കാം, അതിനുപയോഗിക്കാം. പക്ഷെ അതവരുടെ മറ്റൊട്ടകങ്ങൾക്ക് ഭീഷണിയാകുമോ എന്നവർ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർ അതിനെ അറുക്കാൻ തീരുമാനിക്കുകയാണ്. അതിന് ഈ ഒട്ടകം എന്ന് പറഞ്ഞാൽ ഒരുപാട് ജലാശയങ്ങൾ വറ്റിക്കാൻ ശേഷിയുള്ള, ഒരുപാട് പാല് ചുരത്താൻ ശേഷിയുള്ള ഒട്ടകമാണ്. വനബ്ബിഉഹും അന്നൽ മാഅ ഖിസ്മത്തുൻ ബൈനഹും കുല്ലു ശിർബിൻ മുഖ്തലർ. സൂറത്തുൽ ഖമറിൽ അല്ലാഹു പറയുന്നുണ്ട്, ഹാദിഹി നാഖത്തുൻ ലഹാ ശിർബുൻ വലക്കും ശിർബു യൗമിൻ മഅലൂം. സ്വാലിഹ് നബി അലൈഹി സ്വലാം അതിന് പരിഹാരം കണ്ടത്, ഒരു ദിവസം ഈ ഒട്ടകം വെള്ളം കുടിക്കട്ടെ, അടുത്ത ദിവസം നിങ്ങളുടെ എല്ലാവരുടെയും ഒട്ടകങ്ങൾക്ക് വെള്ളം കുടിക്കാം. പക്ഷേ അവരുടെ ധിക്കാരം അതിന് അനുവദിച്ചില്ല. ഫകദ്ദബൂഹു ഫഅഖറൂഹ ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം ഫസവ്വാഹ. ആ ഒട്ടകത്തെ, ആ ദൃഷ്ടാന്തത്തെ അവർ നിഷേധിച്ചു, അതിനെ അറുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ ഫആതൈനാ സമൂദൻ നാഖത മുബ്സിറതൻ ഫളലമു ബിഹാ, അവർക്ക് കണ്ണിൽ കാണാൻ കഴിയുന്ന ഒരു ദൃഷ്ടാന്തം തന്നെയാണ് മുബ്സിറത്തായിട്ട് കാണിച്ചു കൊടുത്തത് എന്നാണ്. ആ കാണിച്ചു കൊടുത്തതിനെ തമത്തഉ ഫീ ദാരിക്കും സലാസത അയ്യാമിൻ ദാലിക്കും വഅദുൻ ഗൈറു മക്ദൂബ്. അറുത്തതിന് ശേഷം അവർ ആഹ്ലാദിക്കുന്നത് കണ്ടപ്പോൾ സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 3 ദിവസം മാത്രമേ നിങ്ങളുടെ ഈ ആഹ്ലാദമുണ്ടാകൂ എന്നാണ്. അപ്പൊ അവർ പറഞ്ഞത്, അല്ല, ഞങ്ങൾക്കൊരുപാട് ദിവസം ഇവിടെ താമസിക്കാൻ പറ്റും. വമക്കറൂ മക്റൻ വമക്കർനാ മക്റൻ വഹും ലാ യശ്ഉറൂൻ. അള്ളാഹു കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തത്തെ അവർ നിർമാർജനം ചെയ്തപ്പോൾ അള്ളാഹു അവർക്കെതിരിൽ മറുതന്ത്രം പ്രയോഗിച്ചു. ഫൻദുർ കൈഫ കാന ആഖിബത്തു മക്രിഹിം അന്നാ ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ ഫതിൽക ബുയൂതുഹും ഖാവിയത്തുൻ ബിമാ ളലമു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു. അവരുടെ മേൽ അവരുടെ ബുയൂതുഹും ഖാവിയ, അവരുടെ വീടുകളൊക്കെ തകർന്ന് അവരുടെ മേലിലേക്ക് വീണു എന്നാണ്. സമൂദ് ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനതക്ക് വന്നതുപോലെ തന്നെ അവര് കമിഴ്ന്നടിഞ്ഞ് അവരുടെ ഭവനങ്ങളിൽ കിടക്കുന്ന രൂപം പിന്നീട് അവർക്ക് കാണുവാൻ സാധിച്ചു. അങ്ങനെയാണ് ഈ ഭൂമിയിൽ നിന്ന് അവരും നാമാവശേഷമാക്കപ്പെട്ടത്. സമൂദ് ഗോത്രത്തെയും അവൻ നശിപ്പിച്ചു. ഫമാ അബ്ഖ, ഒരെണ്ണത്തെ പോലും അവിടെ അവശേഷിപ്പിക്കാത്ത രൂപത്തിൽ ആ അവിശ്വാസികളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നിന്ന് നാമാവശേഷമാക്കി. അതും നിന്റെ റബ്ബ് തന്നെയാണ്. വഅന്നഹു ഹുവ അഗ്നാ വഅഖ്നാ വഅന്നഹു ഹുവ റബ്ബുശ് ശിഅറ. അല്ലാഹു അല്ലാത്ത നക്ഷത്രത്തെയായാലും ബിംബത്തെയായാലും ആരാധിക്കുകയും ആ നാഥന്റെ കൽപ്പനകളെ നിരാകരിക്കുകയും ചെയ്യുന്ന മുൻകാല ജനതക്ക് വന്ന ഇത്തരം അവസ്ഥകളെ ഈ ജനതയോട്
അള്ളാഹു അനുസ്മരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ബാക്കി ഭാഗം വരുന്ന ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. أعوذ بالله من الشيطان الرجيم. وأنه هو أغنى وأقنى وأنه هو رب الشعرى وأنه أهلك عاد الأولى وثمود فما أبقى. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.